നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമ്മുടെ ഇലക്ഷൻ വളരെ അടുത്തു കഴിഞ്ഞു. അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ വളരെ അടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നല്ല നന്മകളും തിന്മകളും എല്ലാം നിങ്ങളൊന്നൊരു തുലാസിലിട്ട് ഒന്ന് തൂക്കി നോക്കുക. അതിൻ്റെ ബേസിസിൽ മാത്രം നിങ്ങൾ വോട്ട് ചെയ്യുക. ഒരു പ്രത്യേക പാർട്ടിയോ ഒന്നും ഞാൻ പറയുന്നില്ല. ആര് വന്നാൽ ഇവിടെ വികസനമുണ്ടാവും. വികസനമല്ല ഇവിടെ ആവശ്യം. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എല്ലാവരും ധനികരല്ല. ഒത്തിരി പട്ടിണി പാവങ്ങളുണ്ട്. അവരുടെ പട്ടിണി മാറ്റാൻ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പദ്ധതികളും ഇവിടെ പാവപ്പെട്ടവരിൽ എത്തുന്നുണ്ടോ, അവരെ അവെയർ ആക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം, എക്സ്ട്രീമിസ്റ്റുകളെ അല്ലെങ്കിൽ ടെററിസ്റ്റുകളെ പാലൂട്ടി വളർത്തുന്ന ഏതെങ്കിലും ഒരു സംഘടനയാണോ എങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിന് വോട്ട് കൊടുക്കരുത്. ഇപ്പോൾ തന്നെ പലരും മുഖ്യമന്ത്രിയാവും എന്നുള്ള രീതിയിൽ ഇപ്പോഴേ മുഖ്യമന്ത്രി കുപ്പായമൊക്കെ പിന്നിവെച്ച് നിൽക്കുന്ന പല ആൾക്കാരുമുണ്ട്. അവരുടെ സംസാര രീതിയും ഒക്കെ മാറിപ്പോയി. രാജാവിൻ്റെ വളരെ സ്കോളർലി ആയിട്ടൊക്കെയാണ് അവർ സംസാരിക്കുന്നത് വരെ ഇപ്പോൾ. മനസ്സിലായോ? ഇതാണ് ഈ തിരഞ്ഞെടുപ്പെന്ന് പറയുമ്പോഴത്തേക്കും ഒരു മാമാങ്കം പോലെ തന്നെ ഒരു അംഗം തന്നെയാണ്. അതിനുവേണ്ടി എന്തും ചെയ്യും. എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ രീതിയിലും നിങ്ങളുടെ അടുത്ത് വരികയും നിങ്ങൾ സ്നേഹപൂർവ്വം ഇതുവരെ കണ്ടിട്ടില്ലാത്തവരെ പോലും അയ്യോ ചേട്ടാ, അയ്യോ ചേച്ചി, അയ്യോ അമ്മച്ചി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയും എല്ലാ കാര്യങ്ങളും എങ്ങനെയുണ്ട്, ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കി തരാമെന്ന് പറയുകയും വളരെയധികം വാഗ്ദാനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യും. പക്ഷെ ഒന്ന് ഓർക്കുക, യുദ്ധം നടക്കുകയാണ്. നമുക്കറിയില്ല ഇനി ഗൾഫ് കൺട്രീസിലെ കാര്യം നമുക്കറിയില്ല. അവരുടെ സാമ്പത്തികമൊക്കെ വളരെ തകർന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കൊട്ടാരങ്ങൾ കെട്ടിപ്പൊക്കുകയും വളരെയധികം ദൂർത്തടിച്ച് കഴിയുകയും ചെയ്യുന്ന NRIസിൻ്റെ വീട്ടുകാർ ഓർക്കുക, അവരൊരിക്കൽ തിരിച്ചു വന്നാൽ ഇവിടുത്തെ തൊഴിലില്ലായ്മ വല്ലാതെ കൂടും. ഈ തിരിച്ചു വരുന്ന ഈ തൊഴിലാളികൾക്ക് ഇവിടെ ജോലി കിട്ടണമെന്നില്ല. കേരളത്തിൽ ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ കിട്ടിയെന്ന് വരാം, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. പിന്നെ ഹെൽത്ത് സെക്ടർ, അതായത് ആരോഗ്യ രംഗത്ത് ഉള്ളവർക്ക് വലിയ പേടിയില്ല. ബാക്കി ഏത് രംഗത്തുള്ളവർക്കും ജോബ് നഷ്ടപ്പെടാൻ വളരെയധികം ചാൻസുള്ള ഒരു സമയമാണ്. കാരണം സ്വന്തം രാജ്യത്തിലുള്ളവർക്ക് ഈ ആവശ്യമുള്ള ഇത് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ആ രാജ്യക്കാർക്ക്, ഗൾഫ് കൺട്രീസാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിനെ ഇന്ന് ഈ രീതിയിലാക്കി നിർത്തുന്നത്. എങ്കിൽ പോലും അവരുടെ രാജ്യത്തിലുള്ള പൗരന്മാരെ നോക്കില്ലേ? അവർക്ക് ആഹാരം വേണം, അവർക്ക് നല്ല ജീവിത രീതി വേണം. ഇപ്പോൾ നോക്കൂ എങ്ങനെ തകർന്ന് തരിപ്പണമാകുകയാണ് ഓരോ സ്ഥലവും. അവർക്കതെല്ലാം പുനർനിർമ്മിക്കണ്ടേ ഒരു കാലത്ത്? അപ്പോൾ അവരെ നോക്കുമോ നമ്മളെ നോക്കുമോ? ആദ്യത്തെ പ്രയോറിറ്റി അവർക്കേ കൊടുക്കുകയുള്ളൂ. ഇത് ഓർത്തുകൊണ്ട് ഓരോ പ്രവാസിയും ഒന്ന് ചുരുക്കുക. അതായത് സാമ്പത്തികമായിട്ടുള്ള ധാരാളിത്തം ചുരുക്കുക. എന്തോ ഗൾഫുകാരൻ ഇവിടെ വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് അയ്യോ ഗൾഫുകാരൻ, വല്ലാത്ത പെർഫ്യൂമിൻ്റെ മണം, അയാൾ കാണുന്നവർക്കെല്ലാം പെർഫ്യൂംസ്, അത് സോപ്പുകൾ, അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ, പിന്നെ കുപ്പികൾ ഒക്കെ വാരി കൊടുക്കാറുണ്ട്. അതൊക്കെ മാറി. ഇപ്പോൾ ഗൾഫുകാരൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മലയാളി തന്നെയാണ്. പക്ഷേ ഇവിടെ കൊട്ടാരങ്ങൾ കെട്ടിപ്പൊക്കുന്നവന്മാർ ഒരിക്കലും അത് ആകാശ കൊട്ടാരങ്ങളാകരുത്, ഇടിഞ്ഞു വീഴരുത്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, വളരെയധികം ധാരാളിത്തമൊന്നും ഇപ്പം കാണിക്കണ്ട, അതിനുള്ള സമയമല്ല. നിങ്ങളുടെ ഭാവി എന്താകുമെന്നറിയില്ല. അതുകൊണ്ട് നിങ്ങളും ഒന്ന് ചുരുക്കുക, അവരുടെ വീട്ടുകാരും ഒന്ന് ചുരുക്കി ഒന്ന് പ്രവർത്തിക്കുക. പിന്നെ മലയാളികൾ ഇവിടെ നമുക്കറിയാം, ടെക്നിക്കലായിട്ട് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കിട്ടിയ ഒത്തിരി കുട്ടികൾ ഇവിടെയുണ്ട്. അവരിനിയും മറു രാജ്യങ്ങൾ തേടിപ്പോവും. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ഇവിടെ ഇന്ത്യക്കാർ നന്നാകുന്നത് ഇഷ്ടമില്ലാത്ത ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്ന അമേരിക്കയാണ്. നമുക്കറിയാമല്ലോ, ഈ ഇടയ്ക്ക് തന്നെ ഒരു ശാസ്ത്രജ്ഞൻ, സിദ്ധാർത്ഥൻ എന്നാണ് തോന്നുന്നു പേര്, ആ പയ്യൻ അമേരിക്കയിൽ കാലിഫോർണിയയിലോ മറ്റോ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടു. ഇവിടുന്ന് പോകുന്ന ഇന്ത്യൻ സ്റ്റുഡൻസ് പലരും മിസ്സിങ് ആവുന്നുണ്ട് അമേരിക്കയിൽ. അത് മാത്രമല്ല, ഇവിടുത്തെ ആൾക്കാരുടെ ആ പെരുമാറ്റ രീതി അനുസരിച്ചും, അതായത് ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു പെരുമാറ്റ രീതി അനുസരിച്ചും പല യൂറോപ്യൻ കൺട്രീസും നമ്മൾ പോകുന്നത് അവർ തടയുകയാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് നമ്മളോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല. ഇന്ത്യക്കാർ അവർക്ക് അറിയാം, മൈൽഡാണ്, അവരവിടെ ചെന്ന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നറിയാം. പക്ഷേ ഇവിടെ കാണിക്കുന്ന ആഘോഷങ്ങളും ഇവിടെ കാണിക്കുന്ന ജാഥകളും ഇവിടെ കാണിക്കുന്ന റോഡ് ബ്ലോക്ക് ചെയ്തുള്ള പരിപാടികളൊന്നും അവർ കണ്ടിട്ടില്ല. അവർ വളരെ ഡിസിപ്ലിൻഡ് ലൈഫായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്കിത് കാണുമ്പോൾ നിങ്ങളോട് അറപ്പ് തോന്നും. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഇനി
ഇവിടെ ഉള്ളവർ ഇവിടെ ഒരു ജോബിന് ശ്രമിക്കുക. കഴിയുന്നതും നമ്മുടെ നാട് തന്നെയാണ് എല്ലാത്തും കൊണ്ടും നല്ലത്. അതിനപ്പുറം ഒന്നും പോകില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഗൾഫ് എന്നുള്ള സ്വപ്നം അതിന് കുറേ വർഷങ്ങളെടുക്കും. ഇനി വിസിറ്റിംഗ് വിസയിലേക്ക് പോകുന്നവർക്ക് ജോലി കിട്ടാനായിട്ട്. കാരണം അങ്ങനെയാണല്ലോ, അവിടുത്തെ സാമ്പത്തിക നില അങ്ങനെയാണല്ലോ. അതുകൊണ്ട് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ എന്നും ആരും അവിടെ ചെന്ന് ഇരിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വിസിറ്റിംഗ് വിസയിൽ പോയി ഉള്ള പൈസയും കളഞ്ഞ് അവിടെ ജോബ് കിട്ടുമെന്ന് വിചാരിക്കുകയും വേണ്ട. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇനി ചിലപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കിനോ, ഇനിയിപ്പോൾ കുറേ കെട്ടിടങ്ങളൊക്കെ പോയി, അപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കിനുള്ളവർക്ക് ചിലപ്പോൾ ചാൻസ് കിട്ടിയെന്നിരിക്കാം. മെഡിക്കൽ രംഗത്തുള്ളവർക്ക് ചാൻസ് കിട്ടിയെന്നിരിക്കാം. അല്ലാതെ മറ്റു രംഗങ്ങളിലുള്ളവർക്ക് ചാൻസിന് വളരെ കുറയാനാണ് സാധ്യത. കാരണം അറിയാമല്ലോ, യുദ്ധം എന്നത് വിനാശകരമാണ്. അത് മഹാഭാരത യുദ്ധമായാലും അല്ല, ഏത് യുദ്ധമാണെങ്കിലും യുദ്ധത്തിന് നിയമങ്ങൾ നമ്മളുണ്ട്. ധാർമ്മിക യുദ്ധം എന്ന് പറയുന്ന ഒന്നില്ല. യുദ്ധം ശത്രുവിനെ കൊല്ലുക എന്നതാണ്. സിവിലിയൻസിനെ കൊന്നൊടുക്കുന്ന ഒരു യുദ്ധമാണിത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ധർമ്മവും നീതിയും ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി എന്ത് നടക്കും എന്നതുപോലും അറിയില്ല. അതിനനുസരിച്ച് നമ്മുടെ മലയാളികൾ ശ്രമിക്കുക. ഓക്കെ.